ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇത് വായനാ ദിന ക്വിസിന്റെ റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. അതുകൊണ്ട് കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്തരങ്ങൾ നമ്മൾ എഴുതില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ തീപ്പൊരി പോലെ തീയുണ്ടകൾ പോലെ വരുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതിന്റെ ഉത്തരവും. ഓക്കെ, അപ്പോൾ എഴുതി കാണിക്കുന്നതല്ല, റാപ്പിഡ് ഫയർ റൗണ്ട് ആയതുകൊണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. മലയാളത്തിൽ ഒരു കാലത്ത് പ്രശസ്തമായ ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഉജ്ജീവനം. മലയാളത്തിലെ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് ഉജ്ജീവനം എന്ന അല്പം വിപ്ലവ സ്വഭാവമുള്ള മാസിക തുടങ്ങിയത്. ആരാണ് ഉജ്ജീവനം തുടങ്ങിയത്? അറിയോ? വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ഉത്തരം. ഉജ്ജീവനം തുടങ്ങിയാൽ വൈക്കം മുഹമ്മദ് ബഷീർ. മാപ്പിള ലഹളയുടെ, അതായത് മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ ഉറൂബ് എഴുതിയ ഗംഭീരമായ ഒരു കൃതിയുണ്ട്. ഏതാണത്? സുന്ദരികളും സുന്ദരന്മാരും. ശരിയായ ഉത്തരമാണ്. ആധുനിക യുഗത്തിന്റെ മഹാഭാരതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള കൃതി ഏത്? ആധുനിക യുഗത്തിന്റെ മഹാഭാരതം. ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. ക്ലൂ അതാണ്. വിലാസിനി ഒരാളുടെ എഴുത്തുകാരന്റെ പേരാണ്. അവകാശികൾ. ശരിയായ ഉത്തരമാണ്. അവകാശികൾ വലിപ്പം കൊണ്ടാണ്. ആധുനിക യുഗത്തിന്റെ മഹാഭാരതം, അവകാശികൾ. ഹരിനാമ കീർത്തനം വളരെ പ്രശസ്തമായ കൃതിയാണ്. ആരെഴുതി? ഹരിനാമ കീർത്തനം. എന്തുവാണ്? എഴുത്തച്ഛൻ്റെതാണ്. പ്രഥമ കേരള ജ്യോതി അവാർഡ് കിട്ടിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കാണ് ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് കിട്ടിയത്. ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? പ്രേമലേഖനമായിരുന്നു ഉത്തരം. നിങ്ങൾ അവിടെയും തെറ്റിച്ചിരിക്കുകയാണ്. റാപ്പിഡ് ഫയർ ആണ്, എളുപ്പത്തിൽ പറയണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ നോവൽ പ്രേമലേഖനം. ചന്തുമേനോനാണ് ഇന്ദുലേഖ എഴുതിയത്. ഒ ചന്തുമേനോൻ. എന്നാൽ അദ്ദേഹം എഴുതിയ രണ്ടാമത്തെ നോവൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഒ ചന്തുമേനോന്റെ അപൂർണ നോവൽ ഏതാണ്? ശാരദ. ശരിയായ ഉത്തരമാണ്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ. മലയാളത്തിലെ ഒരു എഴുത്തുകാരന്റെ വരികളാണ്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ. എഴുത്തച്ഛൻ്റെതാണ്. എഴുത്തച്ഛന്റെ വരികൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? എം മുകുന്ദൻ. ശരിയായ ഉത്തരം. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ്. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ സംഘകാല കൃതി. ശരിയായ ഉത്തരം. പി കേശവദേവന്റെ ഒരു നോവലാണ് ഉലക്ക. തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ് തലയോട്. ഈ രണ്ട് നോവലുകൾക്കും ഒരു കോമൺ പ്രത്യേകതയുണ്ട്. എന്താണ്? അത് രണ്ടിന്റെയും കൺസെപ്റ്റ് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയുള്ളതാണ്. കറക്റ്റ് ഉത്തരം. സി കേശവന്റെ ആത്മകഥ ഏത്? സി കേശവന്റെ ആത്മകഥ ജീവിത സമരം. ശരിയായ ഉത്തരമാണ്. ജീവിത സമരം. 2026 പത്മപ്രഭ പുരസ്കാരം നേടിയ എഴുത്തുകാരി. 2026 ആർ രാജശ്രീ. ആർ രാജശ്രീയാണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ, ആത്രേയകം പോലുള്ള നോവലുകളൊക്കെ എഴുതിയ ആർ രാജശ്രീ. പുരുഷാന്തരങ്ങളിലൂടെ ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ്. ആരുടേതാണ്? ഒരു കവിയാണ്. അധികം സഞ്ചാര സാഹിത്യങ്ങൾക്ക് പ്രശസ്തമല്ല. പുരുഷാന്തരങ്ങളിലൂടെ വയലാർ രാമവർമ്മയുടെ സഞ്ചാര സാഹിത്യ കൃതിയാണ്. പുരുഷാന്തരങ്ങളിലൂടെ എഴുതിയത് ഓക്കെ. നിർമാല്യം. എം ടി വാസുദേവൻ നായർ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഏത് കഥയെ ആസ്പദമാക്കിയാണ് നിർമാല്യം എന്ന സിനിമ ഇറങ്ങിയത്? പള്ളിവാളും കൽച്ചിലമ്പും. ശരിയായ ഉത്തരം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരാണ് മലയാള ഭാഷയെ കുറിച്ച് ഇങ്ങനെ എഴുതിയത്? വള്ളത്തോൾ നാരായണ മേനോൻ. ശരിയായ ഉത്തരമാണ്. സി രാധാകൃഷ്ണന്റെ അതിമനോഹരമായ ഒരു നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ആരെ കുറിച്ചാണ്? എഴുത്തച്ഛനെ കുറിച്ചുള്ള സി രാധാകൃഷ്ണന്റെ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അംബ. മഹാഭാരതത്തിലെ അംബ കഥാപാത്രമായി വരുന്ന നോവൽ ഏത്? അംബ കഥാപാത്രമായി വരുന്ന നോവൽ രണ്ടാമൂഴം. എം ടി വാസുദേവൻ നായർ ഭീമനും പാണ്ഡവരും ഒക്കെ ഉണ്ട്. അംബ കഥാപാത്രമായി, കേന്ദ്ര കഥാപാത്രമായി വരുന്ന നോവൽ സമുദ്രശില. ആരുടെയാ? സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില. അംബ, അംബാലിക പുരാണത്തിലെ കഥാപാത്രങ്ങളാണ്. ഓക്കെ, വിശദമായിട്ട് പിന്നീട് പറയാം. ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ഗീതാഞ്ജലിയുടെ മലയാള പരിഭാഷ ആരുടെ?
ജി ശങ്കരക്കുറുപ്പ് ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു ആരാ? ജി ശങ്കരക്കുറുപ്പ്. നിങ്ങൾക്ക് പലതും തെറ്റിപ്പോകുന്നു. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങൾ ചിത്രീകരിക്കുന്ന ഗംഭീരമായ ഒരു പുസ്തകമായിരുന്നു നീൽ ദർപ്പൺ. സ്വാതന്ത്ര്യ സമരകാലത്തെ വളരെ സജീവമാക്കിയ നീൽ ദർപ്പൺ എഴുതിയത് ആര്? ദീനബന്ധു മിത്ര. ശരിയായ ഉത്തരവാണ്. ബംഗാളിലെ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ആനന്ദമഠം. ശരിയായ ഉത്തരം. അതിൽ നിന്നാണ് വന്ദേമാതരം വന്നിരിക്കുന്നത്. തമിഴിലെ ഇലിയഡും ഒഡീസിയും ഒക്കെ വളരെ പ്രശസ്തമായ ഇതിഹാസങ്ങളാണ്. തമിഴിലെ ഇലിയഡ് എന്നറിയപ്പെടുന്ന ചിലപ്പതികാരം എന്ന കൃതി രചിച്ചത് ആര്? ഇളങ്കോ അടികൾ. ചിലപ്പതികാരമാണ് തമിഴിലെ ഇലിയഡ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ കരച്ചിൽ മലയാളത്തിലെ പ്രശസ്തമായ ഒരു കവിതയാണ്. ഇന്ത്യയുടെ കരച്ചിൽ ആരെഴുതി? വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് ഇന്ത്യയുടെ കരച്ചിൽ. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആര്? ഇടശ്ശേരി ഗോവിന്ദനാരൻ. ശരിയായ ഉത്തരം. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഏത് കവിതയിൽ നിന്ന്? ഓർക്കുക, സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. വിചിത്ര വിജയം. കവിതയുടെ പേര് വിചിത്ര വിജയം. കേരളത്തിലെ പ്രഥമ സാഹിത്യ മാസിക ഏത്? സാഹിത്യ മാസിക വിദ്യാവിലാസിനി. ഓർത്തുവെക്കുക, വിദ്യാവിലാസിനി. എതിര് മലയാളത്തിലെ ഏത് പ്രശസ്തനായ വ്യക്തിയുടെ ആത്മകഥയാണ്? എതിര്. എം കുഞ്ഞാമൻ. എതിർപ്പൊന്നുമല്ല, എതിരാണ്. എം കുഞ്ഞാമന്റേതാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം ആരെഴുതി? ഖുഷ്വന്ത് സിംഗിന്റേതാണ്. ഖുഷ്വന്ത് സിംഗ്. ശരിയായ ഉത്തരം. പ്ലേയിങ് ഇറ്റ് മൈ വേ ഒരു ആത്മകഥയാണ്. ആരുടെ? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. യെസ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി മലയാളത്തിലെ ഗംഭീരമായ ചെറുകഥ. മലയാളത്തിലെ ചെറുകഥകളിൽ ഏറ്റവും മിടുക്കനായ വ്യക്തി എഴുതിയത് ടി പത്മനാഭന്റേതാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ലജ്ജ വളരെ വിവാദമായ, നിരോധിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു പുസ്തകമാണ്. ഇത്തവണ കേരള യുക്തിവാദി സംഘത്തിന്റെ യുക്തിരേഖ അവാർഡ് ലഭിച്ചത് ഈ ബംഗ്ലാദേശ് എഴുത്തുകാരിക്കാണ്. ആരുടേതാണ് ലജ്ജ? തസ്ലീമ നസ്രീൻ. ആരുടെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണ് ഗസയിലെ കുട്ടികൾക്ക്? ടി പത്മനാഭന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണ്. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി. 97 വയസ്സിൽ ഒരു വ്യക്തി എഴുതിയ അദ്ദേഹത്തിന്റെ അവസാനത്തെ പുസ്തകമാണ്. നിരവധി പുസ്തകങ്ങളിലൂടെ പ്രശസ്തനായ മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ. അദ്ദേഹം മരണപ്പെട്ടു. എം കെ സാനു. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എം കെ സാനുവിന്റെ അവസാനത്തെ പുസ്തകമാണ്. ഈശ്വര വഴക്കില്ലല്ലോ ആരുടെ പുസ്തകമാണ്? ഈശ്വര വഴക്കില്ലല്ലോ. സലീം കുമാറിന്റെ പുസ്തകമാണ്. പിഷാരടിയുടെ പുസ്തകത്തിന്റെ പേര് പറയാവോ? ചിരിപുരണ്ട ജീവിതങ്ങൾ. ഈശ്വര വഴക്കില്ലല്ലോ സലീം കുമാറിനെയാണ് ഇപ്പോൾ ഓർത്തു വെക്കേണ്ടതാണ് കേട്ടോ. പത്രവായന വളർത്താൻ വേണ്ടി, വായന എന്ന് പറയാൻ പത്രവായനയും വരുള്ളൂ, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അസംബ്ലിയിൽ 10 മിനിറ്റ് പത്രം വായിക്കണം എന്നുള്ളത് നിയമം മൂലം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനം കർണാടക. ഇന്ത്യയിലെ സംസ്ഥാനം കർണാടകയാണ്. ഈ വർഷത്തെ വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റിന്റെ ബഷീർ അവാർഡ് കിട്ടിയത് ആർക്ക്? ഏത് പുസ്തകത്തിന്? എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴുവിന്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാം എന്നെ നീ കാക്കുമാറാകണം. നമ്മൾ കേൾക്കുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനാ വരികളാണ്. ആരെഴുതി? ഇത് മറ്റു രണ്ടുപേരും മാറിപ്പോകുന്ന രീതിയിലുള്ള മഹാകവി പന്തളം കേരളവർമ്മ. ആരാണ് എഴുതിയത്? പന്തളം കേരളവർമ്മ. ഓക്കെ. ഏകാന്ത പഥികൻ ഞാൻ മറ്റൊരു ആത്മകഥ. ഏകാന്ത പഥികൻ ഞാൻ ആരുടെ ആത്മകഥ? പി ജയചന്ദ്രൻ. മലയാളത്തിന്റെ ഇതിഹാസ ഗായകൻ പി ജയചന്ദ്രന്റെ ആത്മകഥയാണ് ഏകാന്ത പഥികൻ ഞാൻ. ലോക പുസ്തക ദിനം എന്നാണ്? കഷ്ടം. ലോക പുസ്തക ദിനം ഏപ്രിൽ 23 എന്നാണ്? ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. KSRTC ബസ് സ്റ്റോപ്പുകളിൽ ലൈബ്രറികൾ ഒരുക്കുന്നു. ആ പദ്ധതി പല സ്ഥലത്തും വന്നു. ആ പദ്ധതിയുടെ പേരെന്ത്? ഏതാ? പുസ്തകക്കൂട്. ശരിയായ ഉത്തരം. കലാച്ചി ആരുടെ പുസ്തകം? KR മീര. അങ്ങനെയാണെങ്കിൽ അതിലെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായ പുസ്തകം സിൻ എന്നുള്ളതായിരുന്നു. ആരെഴുതി? ഹരിദാസ് സാവിത്രി. ശരിയായ ഉത്തരം ഹരിദാസ് സാവിത്രി. രാത്രി 12-ന് ശേഷം ആരുടെ നോവൽ? അഖിൽ പി ധർമ്മജൻ. കറക്റ്റ് ആണ്. അക്ഷര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയത്താണ് അക്ഷര മ്യൂസിയം. ലോക മാതൃഭാഷാ ദിനം എന്ന്? ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ശരിയായ ഉത്തരം. ഹ്യൂമൻ ലൈബ്രറി പ്രസ്ഥാനം
ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് ആരംഭിച്ചത്. ഇപ്പോൾ വളരെ സജീവമാണ്. പുസ്തകങ്ങൾക്ക് പകരം ഒരു വ്യക്തി വന്നതെന്ന് കഥ പറയും. ആരാണ് തുടങ്ങിയത്? റോണി ആബർഗൽ. റോണി ആബർഗൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. യെസ്. ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം. യാനിസ് വറോഫാക്കിസ് എന്ന് പറയുന്ന ആളുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഈ പുസ്തകം കേരളത്തിൽ തരംഗമായത്? കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഏറ്റവും വൈറലായ ഒരു ഫോട്ടോയിൽ അദ്ദേഹം പിടിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. പറഞ്ഞായിരുന്നു? ഓക്കെ, കറക്റ്റ് ആണ്. ഏറ്റവും ഒടുവിലത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആർ വൈരമുത്തു. വൈരമുത്തുവിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, SPCSന്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഈ വർഷത്തെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? തച്ചൻകുന്ന് സ്വരൂപമാണ് പുസ്തകം. തച്ചൻകുന്നിന്റെ കഥാകാരൻ യു കെ കുമാരനാണ്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി? പുസ്തകത്തിന്റെ പേര് മായാമനുഷ്യൻ. എൻ പ്രഭാകരൻ. അറിയില്ല. എൻ പ്രഭാകരൻ. ഓക്കെ, കലുഷിത കാലം ആരുടെ ആത്മകഥയാണ്? ഈ അടുത്ത് അന്തരിച്ച വളരെ പ്രശസ്തനായ, ഇന്ത്യയിലെ തന്നെ അഭിമാനമായ ഒരു മലയാളി ചരിത്രകാരന്റെ ആത്മകഥയാണ്. ഈ അടുത്ത് അന്തരിച്ച ആള്. കലുഷിത കാലം. ഡോക്ടർ KN പണിക്കർ. അറിയാം? ഡോക്ടർ KN പണിക്കർ. ഓക്കെ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കെ വിവാദങ്ങൾ കാരണം നിർത്തിവെക്കേണ്ടി വന്ന നോവൽ? എസ് ഹരീഷിന്റെ മീശ. ഓക്കെ, വഞ്ചിപ്പാട്ട് വൃത്തം ഏത്? നദോന്നത. ശരിയായ ഉത്തരം. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് ഏത്? ഗാഥ, കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരി. ഓക്കെ, നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ നമ്മൾ അറിയപ്പെടുന്നത് തൂലികാ നാമത്തിലാണ്. അറിയോ? ഒരുപാട് സിനിമാ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മുല്ലനേഴി. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, അതൊക്കെ എഴുതിയത് മുല്ലനേഴിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തം പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. അതുപോലെ എന്തിനധീരത ഇപ്പോൾ തുടങ്ങണം, എല്ലാം നമ്മൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെയും, ആജ്ഞാശക്തിയായി മാറണം. അത് ബ്രത്തോൾ ബ്രിറ്റിന്റെ അമ്മ എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ ആണ് കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാന കാലത്ത്. അല്ലേ? അമ്മ എന്നുള്ള മറ്റേ മാക്സിം ഗോർക്കിക്ക് അമ്മയുണ്ട്. അത് നോവൽ, ഇതൊരു നാടകമാണ്. ആ നാടകത്തിന്റെ ട്രാൻസ്ലേഷനിലുള്ളത് കേട്ടോ. ഓക്കെ, PN പണിക്കർ ആദ്യം സ്ഥാപിച്ച വായനശാല? സനാതനധർമ്മ വായനശാല, നിലമ്പൂരിൽ. കറക്റ്റ് ആണ്. കേരള ഗ്രന്ഥശാല സംഘ നിയമം നിലവിൽ വന്ന ഏത് വർഷമാണെന്നറിയോ? 1977, 1977. എന്ന് മുതൽ ഇന്ന് വരെയാണ് വായന പക്ഷാചരണം കേരളത്തിൽ? ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ. എന്തുകൊണ്ട് ജൂലൈ 7? IV ദാസിന്റെ ജന്മദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന IV ദാസിന്റെ ജന്മദിനമാണ് ജൂലൈ 7. അതുകൊണ്ടാണ്. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏതാണ്? തമിഴ്. ശരിയായ ഉത്തരം. തമിഴ് സാഹിത്യത്തിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തമിഴ് സാഹിത്യം, പുരാതന തമിഴ് സാഹിത്യം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്? സംഘകാല സാഹിത്യം. മലയാളത്തിലെ ആദ്യത്തെ ലിപി ഏത്? വട്ടെഴുത്ത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വട്ടെഴുത്ത്. മലയാള ഭാഷയുടെ ഗോത്രം, ഭാഷാഗോത്രം ഏതാണ്? ദ്രാവിഡ ഭാഷാഗോത്രം. ശരിയായ ഉത്തരം. മലയാളത്തിന് ക്ലാസിക് പദവി ലഭിച്ചത് ഏത് വർഷം? 2013. ശരിയായ ഉത്തരം. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിത ഏതാണ്? കുറ്റിപ്പുറം പാലം, ഇടശ്ശേരിയുടേതാണ്, സുഗതകുമാരി ടീച്ചറിൻ്റെതല്ല. കുറ്റവും ശിക്ഷയും ആരെഴുതി? ഫ്യോദർ ദസ്തയേവ്സ്കി. ആരുടേതാ? ദസ്തയേവ്സ്കിയുടേതാണ്. ദസ്തയേവ്സ്കി നായകനായ ഒരു മലയാളം നോവലുണ്ട്. നോവലിന്റെ പേര് ഒരു സങ്കീർത്തനം പോലെ. ആരെഴുതി? പെരുമ്പടവം ശ്രീധരൻ. ശരിയായ ഉത്തരം. സിദ്ധാർത്ഥ എന്ന പ്രശസ്തമായ കൃതി ശ്രീബുദ്ധനെ കുറിച്ച് എഴുതിയത്? ഹെർമൻ ഹെസ്സെ. എന്താ? ഹെർമൻ ഹെസ്സെ. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ഉത്തരം. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അംബികാസുധൻ മങ്ങാട് എഴുതിയ കൃതി? എൻ മഗജെ. ശരിയായ ഉത്തരം. EMS പ്രതീകാത്മകമായ കഥാപാത്രമായി വരുന്ന M. മുകുന്ദൻ എഴുതിയ നോവൽ?
കേശവന്റെ വിലാപങ്ങൾ. ഏതാ? കേശവന്റെ വിലാപം. കേശവന്റെ വിലാപങ്ങൾ. കർണൻ കഥാപാത്രമാകുന്ന PK ബാലകൃഷ്ണന്റെ നോവൽ. കർണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ കർണനാണ് കഥാപാത്രം. പക്ഷെ മെയിൻ കഥാപാത്രം കഥ പറയുന്നയാള് പാഞ്ചാലി. മലയാളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ രണ്ടാമത്തെ നോവൽ. ഏറ്റവും വലുത് വിലാസിനിയുടെ അവകാശികളാണ്. ഒന്ന് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കയർ. ഓക്കെ, എഴുതി കാണിക്കലൊന്നുമില്ല. അത് എന്തുകൊണ്ടാ? ഇത് റാപ്പിഡ് ഫയർ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എഴുതി കാണിക്കുന്ന വീഡിയോകൾ വരെ അതെ, എഴുതി കാണിക്കുന്ന വീഡിയോകള് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നിരവധി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. പഴയ വീഡിയോകളിൽ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ വീഡിയോയും ഈ വീഡിയോയും കണ്ടാൽ ഇരട്ടി അറിവ് നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിച്ച് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം